കുറേ ദിവസമായി മാസങ്ങളായി നമ്മളിങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് പല ജില്ലകളിലും ചൂട് ഉയരുമെന്നാണ് ഇന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഉഷ്ണതരംഗ സാഹചര്യം തുടരുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബുധനാഴ്ച മുതൽ കേരളത്തിൽ വ്യാപകമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അന്നുവരെ പലയിടത്തും ചൂട് കൂടി നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മലപ്പുറത്തും വയനാടും വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ടുണ്ട്. ഇനിയും ലഭിക്കാൻ പോകുന്നതെല്ലാം നല്ല ഇടിയോട് കൂടിയിട്ടുള്ള ചുരുങ്ങിയ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള മഴയായിരിക്കും. ചുരുങ്ങിയ കാലയളവിലൊരു 4-5 സെൻറ്റിമീറ്റർ മഴ പെയ്യിപ്പിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള മേഘങ്ങളായിരിക്കും അടുത്ത ഒരു 10-ാം തീയതിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം മൺസൂൺ മഴ അത്തരം ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ചൂട് 37.4 ഡിഗ്രിയിൽ നിന്ന് 37.7 ഡിഗ്രിയായി. സാധാരണയിൽ നിന്ന് 4.5 ഡിഗ്രി കൂടുകയും ചെയ്തു. ഇത് ഉഷ്ണതരംഗ സാഹചര്യമാണ്. എന്നാൽ 2 ദിവസം തുടർച്ചയായി ഇതേ നില തുടരുമ്പോഴാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നത്. പാലക്കാട് ചൂട് 39 നിന്ന് 39.4 ഡിഗ്രിയായി. കോഴിക്കോട് കഴിഞ്ഞ ദിവസത്തേക്കാൾ 0.7 ഡിഗ്രി കൂടി 37.9 ഡിഗ്രിയായി. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ചൂടിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ ഉഷ്ണതരംഗത്തിന് തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കനത്ത വേനൽ ചൂടിനിടെ കാസർഗോഡ് ജില്ലയിൽ മഴയെത്തി. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പുലർച്ചെ പെയ്തത് കനത്ത മഴയാണ്. ചെർക്കള ടൗണിൽ വെള്ളക്കെട്ടുണ്ടായി. കനത്ത ചൂടിൽ വിയർത്തുകുളിച്ച് കാസർഗോഡിന് ആശ്വാസമായി ഇന്ന് പുലർച്ചെയോടെ വേനൽ മഴയെത്തി. എന്നാൽ കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മഴ ജനങ്ങൾക്ക് സമ്മാനിച്ചത് ദുരിതമാണ്. പലയിടങ്ങളിലും നേരിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായി. ചെർക്കള ടൗണിലുണ്ടായത് കനത്ത വെള്ളക്കെട്ട്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കെട്ടിക്കിടന്ന വെള്ളത്തിൽ മലിനജലം കലർന്നത് ജനങ്ങളിൽ നേരിയ ആശങ്കയുണ്ടാക്കി. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകളാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്, തിരുവനന്തപുരം.